യഥാർത്ഥ സൗഹൃദത്തിൻ്റെ നിർവചനം വളരെ പ്രയാസമേറിയ ഒന്നാണ്. എൻ്റെ ഒരു നിർവചനമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഫ്രണ്ട്ഷിപ്പിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: കണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. സോ വാട്ട് ഈസ് കണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പ് നോക്കാം. ദൈവം നിങ്ങൾക്കൊരു ചെയർ തരികയാണ്, എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് കാല് കഴയ്ക്കുമ്പോൾ, കാല് വേദനിക്കുമ്പോൾ അതിലിരിക്കാം, എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം. ബട്ട് വൺ കണ്ടീഷൻ: നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ നിൽക്കുമ്പോഴും ആ ചെയർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം, നിങ്ങളിങ്ങനെ കൊണ്ട് നടക്കണം. ശരിയാണ്, കാല് വേദനിക്കുമ്പം ചെയർ ഒരു ആശ്വാസമാണ്. പക്ഷെ നമ്മളിങ്ങനെ നടക്കുമ്പം ചെയറിനെ ഇങ്ങനെ കൊണ്ടു കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാരമാണ്, ഒരു എക്സ്ട്രാ വെയിറ്റ് ആണ്. സോ അതാണ് കണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അവരെ സൗഹൃദം തിരഞ്ഞെടുക്കുക. അതൊരിക്കലും സത്യസന്ധമായ കാര്യമല്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അവരെ തേടിപ്പോകുന്ന വളരെ വ്യാജമായൊരു സൗഹൃദമാണത്. അപ്പം എന്താണ് ശരിയായ സൗഹൃദം? ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഈസ് ലൈക്ക് അവർ ഓർഗൻസ്. നമ്മുടെ കൈയും കാലും തലയൊക്കെ പോലെയാണ്. നമ്മളെപ്പോഴും കൊണ്ടു നടക്കും. നമുക്കത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മളെവിടേക്കെങ്കിലും അത് കൊണ്ടുപോയാലും ഒരു എക്സ്ട്രാ ഒരു വെയിറ്റായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല. നമ്മുടെ ബോഡി പാർട്ടാണ് നമ്മുടെ സൗഹൃദം. സോ നമ്മളിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്ന ഒന്നും നമ്മുടെ സൗഹൃദമല്ല. എല്ലാം വ്യാജമായ കാര്യങ്ങളാണ്. നമ്മുടെ ശരീര അവയവങ്ങൾ കൊണ്ടു നടക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു, കാരണം അത് നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരു ശരിയായ സുഹൃത്ത്, അത് നമ്മൾ തന്നെയാണ്. ഇറ്റ്സ് യു, ഇറ്റ്സ് മീ വിഷ്ണു, ഹംസധ്വനി .mix. യഥാർത്ഥ സൗഹൃദത്തിൻ്റെ നിർവചനം വളരെ പ്രയാസമേറിയ ഒന്നാണ്. എൻ്റെ ഒരു നിർവചനമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഫ്രണ്ട്ഷിപ്പിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: കണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. സോ വാട്ട് ഈസ് കണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പ് നോക്കാം. ദൈവം നിങ്ങൾക്കൊരു ചെയർ തരികയാണ്, എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് കാല് കഴയ്ക്കുമ്പോൾ, കാല് വേദനിക്കുമ്പോൾ അതിലിരിക്കാം, എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം. ബട്ട് വൺ കണ്ടീഷൻ: നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ നിൽക്കുമ്പോഴും ആ ചെയർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം, നിങ്ങളിങ്ങനെ കൊണ്ട് നടക്കണം. ശരിയാണ്, കാല് വേദനിക്കുമ്പം ചെയർ ഒരു ആശ്വാസമാണ്. പക്ഷെ നമ്മളിങ്ങനെ നടക്കുമ്പം ചെയറിനെ ഇങ്ങനെ കൊണ്ടു കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാരമാണ്, ഒരു എക്സ്ട്രാ വെയിറ്റ് ആണ്. സോ അതാണ് കണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അവരെ സൗഹൃദം തിരഞ്ഞെടുക്കുക. അതൊരിക്കലും സത്യസന്ധമായ കാര്യമല്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അവരെ തേടിപ്പോകുന്ന വളരെ വ്യാജമായൊരു സൗഹൃദമാണത്. അപ്പം എന്താണ് ശരിയായ സൗഹൃദം? ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഈസ് ലൈക്ക് അവർ ഓർഗൻസ്. നമ്മുടെ കൈയും കാലും തലയൊക്കെ പോലെയാണ്. നമ്മളെപ്പോഴും കൊണ്ടു നടക്കും. നമുക്കത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മളെവിടേക്കെങ്കിലും അത് കൊണ്ടുപോയാലും ഒരു എക്സ്ട്രാ ഒരു വെയിറ്റായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല. നമ്മുടെ ബോഡി പാർട്ടാണ് നമ്മുടെ സൗഹൃദം. സോ നമ്മളിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്ന ഒന്നും നമ്മുടെ സൗഹൃദമല്ല. എല്ലാം വ്യാജമായ കാര്യങ്ങളാണ്. നമ്മുടെ ശരീര അവയവങ്ങൾ കൊണ്ടു നടക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു, കാരണം അത് നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരു ശരിയായ സുഹൃത്ത്, അത് നമ്മൾ തന്നെയാണ്. ഇറ്റ്സ് യു, ഇറ്റ്സ് മീ വിഷ്ണു, ഹംസധ്വനി .mix.